ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പാപം, ശാപം എന്നീ രണ്ട് വിഷയങ്ങൾ കണ്ട് ബന്ധപ്പെട്ട ചില ചിന്തകളിലൂടെ, പഠനങ്ങളിലൂടെ, ധ്യാനത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡുകളായിട്ട് ഞാൻ പറഞ്ഞു, പാപത്തിൻ്റെ ഫലമായിട്ടാണ് ശാപം വരുന്നത്. അതായത് ദൈവത്തെ ഉപേക്ഷിച്ച് പിശാചിനെ സ്വീകരിക്കുന്നതിലേക്ക് വരുന്ന പിശാചിൻ്റെ സാന്നിധ്യം, അവൻ്റെ സ്വാധീനം, അവൻ്റെ ബന്ധനം, അതാണ് ശാപം. അപ്പം ശാപത്തെ ഒരിക്കലും ദൈവത്തിൽ നിന്ന് വരുന്നതായിട്ട് ആരും ചിന്തിക്കരുത്. ഇനി പഴയ നിയമത്തിൽ ദൈവം ശപിക്കുന്നു എന്ന് ധ്വനി വരുന്ന ഒത്തിരി ഭാഗങ്ങളുണ്ട്. പുതിയ നിയമത്തിൽ അതിനോട് സാധർമ്യമുള്ള കൊറാസി നിനക്ക് ദുരിതം, അങ്ങനെ പറയുന്ന ചില ദുരിതം എന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വരാൻ പോകുന്ന ദുരന്തത്തെ മുൻകൂട്ടി ഈശോ പറയുന്ന ചില വചനങ്ങളുമുണ്ട്. ഈ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന വാക്ക് പറഞ്ഞതിൻ്റെ ബൈബിളിൽ പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവം ശപിക്കുന്നു എന്നല്ല, നിന്റെ പാപത്താൽ നിനക്കുണ്ടാകുന്ന പൈശാചികത ഇതായിരിക്കുമെന്നുള്ള പ്രവചനങ്ങളാണ് അതൊക്കെ. ഒരിക്കലും ദൈവത്തിൽ ശാപം വരുന്നില്ല. ദൈവത്തിൽ സ്നേഹവും രക്ഷയും മാത്രമേ വരുള്ളൂ. ദൈവത്തിൻ്റെ മുഖം നമ്മുടെ അബദ്ധ ധാരണകളിലൂടെ വികൃതമാക്കാൻ ശ്രമിക്കരുത്. ദൈവത്തിൽ ശാപം വരുന്നുവെന്ന് ഇതിൻ്റെ ആഴങ്ങളിലേക്ക് പഠിക്കാത്തവർ പറയുന്നുണ്ട്. ദൈവശാപം എന്ന് പറയുന്നത് ദൈവകൃപാ നഷ്ടത്തെ സൂചിപ്പിക്കാനുള്ള വാക്കാണ്. അതൊരിക്കലും ദൈവത്തിൽ നിന്ന് തിന്മ വരുന്നു എന്ന അർത്ഥത്തിലല്ല. ദൈവത്തിൽ ഒരിക്കലും തിന്മ വരില്ല. ദൈവം നമ്മളെ നരകത്തിൽ തള്ളിയിടില്ല എന്ന് പറയുന്ന പോലെ തന്നെ ദൈവം നമ്മളെ ഒരിക്കലും കൈവിടാൻ ആഗ്രഹിക്കാത്ത ദൈവമാണ്. നമ്മൾ ദൈവത്തിൻ്റെ കൈവിട്ട് പോകുന്നതാണ്. അതിൻ്റെ ദുരന്ത ഫലമായി വരുന്നതാണ് ഈ ശാപവും, അതുപോലെ തന്നെ നിത്യനാശം, നിത്യമരണം എന്ന് പറയുന്ന നരകവും. സാത്താനാണ് ശാപത്തിൻ്റെ ഉറവിടം എന്നുള്ള ഒരു വിഷയത്തിലേക്ക് വരാൻ പോവുക. സാത്താനാണ് ശാപത്തിൻ്റെ ഉറവിടം. അപ്പോൾ ബൈബിളിൽ എവിടെയാണ് സാത്താനാണ് ശാപത്തിൻ്റെ ഉറവിടം എന്ന് പറഞ്ഞിരിക്കുന്നത്? ആദ്യ മാതാപിതാക്കളുടെ അധപതനത്തിന് ശേഷം ദൈവം ആദ്യ മാതാപിതാക്കളോട് സംസാരിക്കുന്നു. അതിന് മുൻപ് സാത്താനോട് ദൈവം ഒരു കാര്യം പറയുന്നുണ്ട്. ആദ്യം സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം, നീ എവിടെയാണെന്നൊക്കെ ചോദിച്ചതിന് ശേഷം പിന്നീട് ദൈവമായ കർത്താവ് സാത്താനോട് പറയുന്ന ഒരു വചനമുണ്ട്. ഞാനതിനെ ഒന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാം. ഉൽപ്പത്തി 3:14 വചനം. ദൈവമായ കർത്താവ് സാത്താനോട് പറഞ്ഞു, നീ ഇത് ചെയ്തതുകൊണ്ട് എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെ ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും, ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. ആദ്യ പാപത്തിലൂടെ മാനവരാശിയിലേക്ക് വന്ന ഈ ശാപം എങ്ങനെ വന്നു, എവിടെ നിന്ന് വന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പം ഈ പറഞ്ഞു വരുന്നത്. ഇത് പിശാചിൽ നിന്ന് വന്നതാണ്, ദൈവത്തിൽ നിന്ന് വന്നതല്ല. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം മാത്രമേ വരികയുള്ളൂ. പക്ഷെ അനുഗ്രഹദാതാവായ ദൈവത്തോടുള്ള ഐക്യം നഷ്ടപ്പെടുത്തിയവരിലേക്ക് പിശാചിൽ നിന്ന് വന്നതാണ് ഈ ശാപം. അവിടെ എന്താ വായിച്ചത്? ഒന്നുകൂടെ ഞാൻ വായിക്കാം. നീ ഇത് ചെയ്തതുകൊണ്ട് എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെ ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. യു ആർ അക്കേഴ്സ്ഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിന്നെ ശപിക്കുന്നു എന്നുമല്ല ദൈവത്തോട് പറഞ്ഞത്, നീ ശപിക്കപ്പെട്ടതായി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് കിട്ടിയ ഒരു വെളിപാട്, ഒരു വെളിച്ചം നിങ്ങളോട്ട് പങ്കുവയ്ക്കും. ഇതിനെക്കുറിച്ച് ആധികാരികമായി ഔദ്യോഗികമായി ഒത്തിരി പ്രബോധനങ്ങൾ വന്നിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. എനിക്ക് കിട്ടിയ ഒരു വെളിച്ചം പങ്കുവയ്ക്കാം. അത് നിലവിലിരിക്കുന്ന ദൈവിക വെളിപാട് വിരുദ്ധമല്ലാത്ത വിധത്തിലുള്ള ചില ചിന്തകൾ പങ്കുവയ്ക്കുകയാണ്. ദൈവത്തോടു കൂടിയായിരുന്ന മാലാഖ ലൂസിഫർ എന്ന് അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഈ പിഴച്ച മാലാഖ, അവൻ്റെ ദൂതന്മാർ, അവർ നമ്മൾ പിശാച് അല്ലെങ്കിൽ സാത്താൻ, അതിനെക്കുറിച്ച് വേറെ ക്ലാസ്സുകളാണ് എടുക്കേണ്ട, അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറഞ്ഞു പോകുന്നില്ല. അപ്പോൾ ആദ്യ മാതാപിതാക്കളെ വീഴിക്കുന്നതിന് മുമ്പ് അവർക്കൊരു വീഴ്ച ഉണ്ടായിരുന്നു. ദൈവത്തോടുകൂടെ ആയിരിക്കേണ്ടിയിരുന്ന ഈ പിഴച്ചുപോയി എന്ന് പറയപ്പെടുന്ന ലൂസിഫർ എന്ന് വിളിക്കപ്പെടുന്ന മാലാഖ ദൈവത്തിൻ്റെ തിരുവിഷ്ടത്തിന് ചേർന്നിരിക്കാതെ, ദൈവത്തിൻ്റെ തിരുവിഷ്ടം അനുസരിക്കാതെ മറുതലിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ശാപത്തിൻ്റെ ഉറവിടം സാത്താനാണെന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ദൈവം ഈ സാത്താനെ ശപിച്ചില്ല.
ദൈവൈക്യത്തിലാകാതെ ദൈവത്തോട് മറുതിരിച്ച് നിന്നപ്പോൾ ആ ദൈവൈക്യത്തിലൂടെ കിട്ടേണ്ട കൃപകൾ അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ട് അവർ വലിച്ചെറിയപ്പെട്ടു, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകറ്റപ്പെട്ടു. പക്ഷെ ശപിക്കപ്പെട്ടില്ല. അത് കഴിഞ്ഞ് ആദ്യ മാതാപിതാക്കളെയും കൂടി വഴി പിഴപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് ശപിക്കപ്പെട്ടത്. ആദ്യ മാതാപിതാക്കളെ കൂടി ദൈവത്തിൽ നിന്ന് അകറ്റിയപ്പോഴാണ് ശാപമേറ്റത്. നീ ശപിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഈ വീണുപോയ അധപതിച്ച മാലാഖ, പിഴച്ച മാലാഖയ്ക്ക് ഒരിക്കലും ദൈവത്തിലേക്ക് തിരിയാനോ അനുതപിക്കാനോ സോറി പറയാനോ ദൈവവുമായി പുനരൈക്യപ്പെടാൻ ആഗ്രഹിക്കാനോ പോലും പറ്റാത്ത വിധത്തിൽ ദൈവകൃപയുടെ പൂർണ്ണമായ അഭാവത്തിലേക്ക് അധപതിച്ചു. ദൈവമേ എന്ന് വിളിക്കാൻ പറ്റില്ല, സോറി പറയാൻ പറ്റില്ല, ദൈവ ഐക്യത്തിനോട് ദാഹം ഉണ്ടല്ല. അതാണ് പിശാചിനും നരകത്തിലെത്തിയവർക്കും പിന്നീട് ദൈവമേ എന്ന് വിളിക്കാനോ ദൈവൈക്യത്തിനോട് ദാഹിക്കാനോ തിരുത്താനോ പറ്റാത്തൊരവസ്ഥ വരും. പിശാചിന് ഈ അവസ്ഥയുണ്ട്. അവൻ്റെ കൂടെ എത്തുന്നവരാണ് ഈ നരകത്തിലേക്ക് പോകുന്നവർ. അവർക്കും ഇതേ അവസ്ഥയാണ്. അവർക്ക് ദൈവമേ എന്ന് വിളിക്കാൻ പറ്റില്ല, അനുദപിക്കാൻ പറ്റില്ല. അവർക്ക് അതിന് വിപരീതമായ തിന്മയുടെ എല്ലാ തരത്തിലുള്ള ദുരന്തങ്ങളും ഉണ്ടാകുന്നു. ദൈവൈക്യം എന്ന് പറഞ്ഞാൽ ഒരു ആത്മാവിൻ്റെ അടിസ്ഥാന ദാഹം ദൈവൈക്യത്തിലിരിക്കാനാണ്. അതിനാണ് ആത്മാവ് സൃഷ്ടിക്കപ്പെട്ടത്. മൃഗലോകത്തിന് ജന്തുജീവി വർഗ്ഗങ്ങൾക്ക് 2 കോടി ജീവി വർഗമുണ്ട്. അവയ്ക്കൊന്നുമില്ലാത്ത ഒരു പ്രത്യേകത നമുക്ക് ദൈവത്തിൻ്റെ ഛായ സാദൃശ്യമുള്ളതുകൊണ്ട് കിട്ടിയിട്ടുണ്ട്. ദൈവഛായം ദൈവസാദൃശ്യം ഉൽപ്പത്തി 1:26 പ്രകാരം കിട്ടിയത് നമ്മിൽ ഉള്ളതുകൊണ്ട് നമുക്കെപ്പോഴും ഈ ആത്മാവിനെപ്പോഴും ദൈവത്തോട് കൂടി ചേരാനാണ് ദാഹം. ഈ അടിസ്ഥാന ദാഹം നരകത്തിലെത്തിയ ഒരു ആത്മാവിന് പിന്നെ ഇല്ല. അത് പരിപൂർണമായി ബന്ധവിച്ഛേദനത്തിലേക്ക് വന്നു. പിന്നെ അതിൻ്റെ ഇല്ലായ്മയുടെ എല്ലാ ദുരന്തങ്ങളും അനുഭവിക്കും. അതിനൊക്കെയാണ് നിത്യ നരകാഗ്നി എന്ന് പറയുക. അതിനേക്കാൾ ഭീകരമായ വേദനയാണത്. ആ അടിസ്ഥാനപരമായ അസ്തിത്വപരമായിട്ടുള്ള നൊമ്പരത്തിൻ്റെ പാരമ്യത്തിനാണ് നിത്യ നരകാഗ്നി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ സാത്താന് ശപിക്കപ്പെട്ടു. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ അറിയാനുള്ളത്, സാത്താൻ പിഴച്ചുപോയ മാലാഖ സാത്താൻ ആയ ആ ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് വരികയാണ്. സാത്താൻ എന്ന് വിളിക്കപ്പെടുന്ന, പിശാചെന്ന് വിളിക്കപ്പെടുന്ന ഈ പിഴച്ചുപോയ മാലാഖ ദൈവമായിട്ടുള്ള ഐക്യത്തിൽ നിന്ന് അകറ്റപ്പെട്ടതിന് ശേഷം ആദ്യമാതാപിതാക്കളെ പിഴപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് നീ ശപിക്കപ്പെട്ടു എന്ന് ദൈവം ഡിക്ലെയർ ചെയ്തത്. അതിനു മുമ്പ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. ഇനി ഒരിക്കലും തിരിച്ച് ദൈവത്തെങ്കിലേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായി. അതിനെക്കുറിച്ച് യൂദാസിന്റെ ലേഖനം 6-ാം വചനം, ഒരധ്യായമുള്ളത് നമുക്കറിയാമല്ലോ. 6-ാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, സ്വന്തം നിലമറന്ന് തങ്ങളുടേതായ വാസസ്ഥാനം ഉപേക്ഷിച്ച് കളഞ്ഞ ദൂതന്മാരെ മഹാദിനത്തിലെ വിധി വരെ അവിടുത്തെ അന്ധകാരത്തിൽ നിത്യബന്ധനത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതുപോലെ 1 പത്രോസ് 2:4, പാപം ചെയ്ത ദൂതന്മാരെ ദൈവം വെറുതെ വിട്ടില്ല, വിധി ദിനം വരെ സൂക്ഷിക്കുന്നതിനായി അവരെ അവിടുന്ന് നരകത്തിലെ ഇരുക്കുഴിയിലേക്ക് തള്ളിവിട്ടു. അതായത് ഈ 2 വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നരകത്തിൻ്റെ ഇരുക്കുഴിയിലായിരിക്കുന്ന സാത്താൻ അവനോട് ഐക്യപ്പെടുന്ന ഈ അവസ്ഥയിലേക്ക് വരുന്നവർക്കെല്ലാം അവൻ്റെ അതേ ദുരന്തം ഉണ്ടാകുകയാണ്, ശാപം ഉണ്ടാകുകയാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ശാപം ദൈവത്തിൽ നിന്ന് വരുന്നു എന്നുള്ള ചിന്തയിലേക്ക് വരരുത്. ഞാൻ ഈ എഴുതിയ പുസ്തകം വായിക്കാതെ തന്നെ ഒരാൾ പ്രസംഗത്തിൽ, ചിലർക്ക് ഇപ്പം ശാപത്തെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ടെന്നും പറഞ്ഞൊരു കമൻറ്റ് ചെയ്യേണ്ട ഒരു പ്രസംഗത്തിൽ കേട്ടു. എനിക്ക് ചിരി വന്നു. അദ്ദേഹം ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഞാൻ ഈ പുസ്തകത്തിൽ വിവരിക്കാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്, ദൈവത്തിൽ ശാപം വരുന്നില്ല. അപ്പോൾ അവർ പറയുന്നൊരു കാര്യം, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടവർക്ക് ഇനി ശിക്ഷാവിധി ഇല്ല. റോമ 8:1 അവിടെ പറഞ്ഞിരിക്കുന്ന വചനം എന്താണ്? യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനി ശിക്ഷാവിധിയില്ല. എന്തെന്നാൽ യേശുക്രിസ്തുവിനുള്ള ജീവാത്മാവിൻ്റെ നിയമം തന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമം, അതാണ് ഈ ശാപം വരുമ്പോഴുള്ള അവസ്ഥ. അത് പിശാചു കൊടുക്കുന്നൊരു നിയമമാണ്. അതിൽ നിന്ന് മോചിപ്പിച്ചു. കാരണം എന്താ? യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക്. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് കഴിയുമ്പോൾ യേശുക്രിസ്തുവിൽ നൽകുന്ന പരിശുദ്ധാത്മാവിന് നിയമം അവരിൽ ആലേഖനം ചെയ്യപ്പെടും. ഐക്യപ്പെടുക എന്ന് പറയുന്നത് സംഭവിച്ചാൽ ഈ പാപം നീങ്ങിപ്പോകും. അപ്പോൾ പലരും പറയുന്നൊരു കാര്യമുണ്ട്, ഈശോ ഗലാത്യ 3:13 പ്രകാരം
യേശു ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നമ്മെ മോചിപ്പിച്ചു. നിയമലംഘനത്തിലൂടെ വന്ന ശാപത്തിൽ നിന്ന് ഒരർത്ഥം എടുക്കാം. നിയമലംഘനത്തിലൂടെ വന്ന ശാപത്തിൽ നിന്ന് മോചിപ്പിച്ചു. മറ്റൊന്ന്, നിയമത്തിലൂടെ മാത്രം, നിയമാനുസരണത്തിലൂടെ മാത്രം ദൈവൈക്യവും രക്ഷയും പ്രാപിക്കാമെന്ന് കരുതിരുന്ന യഹൂദര് അവര് യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴും യഹൂദ നിയമം അനുസരിച്ചുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്ന് ക്രൈസ്തവരോട്, വിജാതീയരായിട്ട് വരുന്നവരോട് പറഞ്ഞു. പരിച്ഛേദനം, അതുപോലെ പഞ്ചാംഗ പ്രകാരമുള്ള അവരുടെ കലണ്ടർ പ്രകാരമുള്ള തിരുനാളാഘോഷങ്ങൾ, അവരുടെ കുറേ ചിട്ടവട്ടങ്ങളുണ്ട്. അത് മുഴുവൻ അനുസരിച്ചാൽ, ആ നിയമം അനുസരിച്ചാലേ രക്ഷ പ്രാപിക്കൂ. അപ്പൊ ഗലാത്യ സഭയിൽ പൗലോസ്ലീഹ വന്ന് ഒത്തിരി പേരെ രക്ഷയിലേക്ക് നയിച്ചു. അവരിലൂടെ പൗലോസ്ലീഹയിലൂടെ യേശുവിലേക്ക് വന്നപ്പോൾ ആ യേശുവിലേക്ക് വന്ന ആൾക്കാരെ അവരുടെ വിശ്വാസത്തിലൂടെ അവർക്ക് കിട്ടിയ രക്ഷയെ ഈ യഹൂദ ക്രൈസ്തവര്, പാരമ്പര്യവാദികള് തർക്കിച്ച് അത് സ്വീകാര്യമല്ല, ഇവര് യഹൂദ പാരമ്പര്യപ്രകാരമുള്ള എല്ലാ ക്രമങ്ങളിലൂടെയും ആണ് ക്രിസ്ത്യാനികളാകേണ്ടതെന്ന് വാദിച്ചപ്പോൾ പൗലോസ്ലീഹ അതിനെതിരെ പറഞ്ഞു, അല്ല, നിയമാനുസരണത്തിലൂടെ അല്ല, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് ഈ വീണ്ടും ജനനം, ഒരു രക്ഷയിലേക്ക് ഒരാൾ വരുന്നത്. യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പഴയതെല്ലാം കടന്നുപോയി, പുതിയത് വന്നു കഴിഞ്ഞു. അപ്പൊ ഇവിടെ നിയമത്തിന്റെ ശാപം എന്ന് പറയുന്നത് യേശുവിലേക്ക് വരാതെ, യേശു നൽകുന്ന രക്ഷയിലേക്ക് വരാതെ, യേശുവിൽ വിശ്വസിക്കാതെ നിയമം മാത്രം പിടിച്ചു നിൽക്കുന്നവർക്കുണ്ടാകുന്ന ഒരു ശാപമുണ്ട്. അങ്ങനെ ഒരു അർത്ഥമുണ്ട്. നിയമം മാത്രം മുറുകെ പിടിച്ച് അതിലൂടെ രക്ഷ പ്രാപിക്കും. ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന 10 കൽപ്പനകളെ നൂറുകണക്കിന് നിയമങ്ങളായി വ്യാഖ്യാനിച്ച യഹൂദരുടെ ആ പാരമ്പര്യത്തിൽ ഉള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ച് രക്ഷ പ്രാപിക്കുമെന്ന് ചിന്തിക്കരുത്. അവർ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് വരണം. ഈ യഹൂദ ആചാരാനുഷ്ഠാനങ്ങളോ പഞ്ചാംഗ പ്രകാരമുള്ള ക്രമങ്ങളോ കലണ്ടറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോ തിരുനാളാഘോഷങ്ങളോ ഒന്നുമല്ല പ്രധാനപ്പെട്ടത്. അതിൽ യേശുക്രിസ്തുവിന്റെ വെളിപാടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവ സ്വീകരിക്കുക, അതിനപ്പുറത്തേക്കുള്ളതിലേക്ക് പോകരുത്. അത് പറഞ്ഞിട്ട് പൗലോസ്ലീഹ പറയുകയാണ്, നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നിയമാനുസരണത്തിന്റെ അരൂപി യേശുവിലേക്ക് നമ്മളെ എത്തിക്കാനായിട്ടാണ് സഹായിക്കേണ്ടത്. അങ്ങനെ വരാതെ നിയമത്തെ മാത്രം പിടിച്ചിരിക്കുന്ന ഒരു പാപത്തിലാണ്. ആ പാപത്തിന്റെ ശാപത്തിൽ നിന്ന് ഈശോ നമ്മളെ മോചിപ്പിച്ചു. യേശുവിന്റെ ഏകരക്ഷകനായ യേശു ക്രിസ്തുവിന്റെ രക്ഷാകര ബലിയിൽ ആര് വിശ്വസിക്കുന്നുവോ, ആര് യേശുവിൽ വിശ്വസിക്കുന്നുവോ, യേശുവിന്റെ വെളിപാടുകളെ ആര് സ്വീകരിക്കുന്നുവോ, ആര് യേശുവിനെ അനുകരിക്കുന്നുവോ അല്ലെങ്കിൽ അനുസരിക്കുന്നുവോ, അവരിലേക്കെല്ലാം അനുഗ്രഹം ഒഴുകി വരും. അപ്പോൾ ഈശോ മിശിഹ ശാപം നീക്കിക്കളഞ്ഞു. അപ്പോൾ ചിലർ പറയും, ഈശോ ശാപം നീക്കിക്കളഞ്ഞതാണ്, അതുകൊണ്ട് ഇനി ശാപമില്ല. ഒന്നുകൂടി ഞാൻ പറയുകയാണത്, വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് പറയുക. ഈശോ ശാപം നീക്കിക്കളഞ്ഞു, ഇന്നും എന്നും എന്നത്തേക്കുമായിട്ടുള്ള ശാപം നീക്കൽ നടന്നു കഴിഞ്ഞു. സത്യം അത് ഒബ്ജക്റ്റീവായിട്ട് വസ്തുനിഷ്ഠമായിട്ട് സംഭവിച്ചു കഴിഞ്ഞു. പക്ഷേ നമ്മളത് വ്യക്തിനിഷ്ഠമാക്കി സ്വീകരിക്കണം. നമ്മളതിനെ സബ്ജക്റ്റീവാക്കി മാറ്റണം. എങ്ങനെ? ഈശോ നേടിയെടുത്ത രക്ഷ, ഈ ശാപ വിടുതൽ നമ്മൾ നേടണം. എങ്ങനെ നേടും? അത് മറ്റൊരു സന്ദേശം പറഞ്ഞാൽ മനസ്സിലാവും. ഈശോ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. യോഹന്നാൻ 1:29 പറഞ്ഞു. ഈശോ മിശിഹ നമ്മുടെ പാപങ്ങളെല്ലാം നീക്കിക്കളഞ്ഞു, അല്ലെ ക്ഷമിച്ചു കഴിഞ്ഞു. പക്ഷെ അതുകൊണ്ട് എനിക്ക് പാപമോചനം കിട്ടുന്നില്ല. ഈശോ നൽകിയ ഈ പാപമോചനം, പാപവിടുതൽ ഞാൻ സ്വന്തമാക്കണം, അപ്രോപ്രിയേറ്റ് ചെയ്യണം. ഈശോ നൽകിയ ശാപവിടുതൽ ഞാൻ സ്വന്തമാക്കണം. ഒന്നുകൂടി വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ ആവർത്തിക്കുകയാണ്. ഈശോ നൽകിയിരിക്കുന്ന ശാപവിടുതൽ നമുക്ക് കിട്ടണമെങ്കിൽ ഈശോ നൽകിയ പാപവിടുതലും കൂടി നമ്മൾ പ്രാപിക്കണം. ഈശോ നൽകിയ പാപവിടുതൽ അത് ഒബ്ജക്റ്റീവ് സാൽവേഷൻ, ലോകം മുഴുവൻ്റെ രക്ഷ ഈശോ അങ്ങനെ വസ്തുനിഷ്ഠമായിട്ട് അത് ആ രക്ഷ നേടിക്കഴിഞ്ഞു. പക്ഷേ ഇനി യേശുവിലേക്ക് വരണം, യേശുവിൽ ജീവിക്കണം, യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കണം, ഈശോ പറഞ്ഞതൊക്കെ അനുസരിക്കണം. ഈ മാർഗങ്ങളിലൂടെ പാപവിടുതൽ ഞാൻ സ്വന്തമാക്കണം. അവിടെയാണ് കുമ്പസാര കൂദാശയുടെ ഒക്കെ അർത്ഥമിരിക്കുന്നത്. അല്ലെങ്കിൽ ഈശോ എല്ലാം ക്ഷമിച്ചു കഴിഞ്ഞു, ഇനി പാപമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പോരെ? ഈശോ പാപങ്ങളൊക്കെ ഏറ്റെടുത്തിട്ട് ഇപ്പോഴും പലരും പാപമൊന്നും പറഞ്ഞിരിക്കുക, ശാപമൊന്നും പറഞ്ഞിരിക്കുക എന്ന് പ്രസംഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ്,
ഈശോ പാപങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഈശോ ഏറ്റെടുത്ത പാപത്തിൽ എൻ്റെ പാപം ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല. ഞാൻ ഏൽപ്പിച്ചു കൊടുക്കാതെ ഈശോ ഏറ്റെടുത്തെന്ന് പറയുമ്പോഴും അതിൻ്റെ ഫലം എനിക്ക് കിട്ടില്ലെന്ന് അറിയണം. ഞാൻ ഈശോയ്ക്ക് എൻ്റെ പാപങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പരിഹാര ബലിയർപ്പിച്ചല്ലേ, അതിൻ്റെ ഫലം എനിക്ക് കിട്ടുകയാണ്. ഐ എം അപ്രോപ്രിയേറ്റിംഗ് ദാറ്റ് ബ്ലെസ്സിങ്സ് വിച്ച് ജീസസ് ക്രൈസ്റ്റ് ഹാസ് ഗെയിൻ ഫോർ മീ. ഈശോ മിശിഹ നേടിയെടുത്ത ഈ അനുഗ്രഹങ്ങളെ ഞാൻ സ്വന്തമാക്കണം. ഒബ്ജക്റ്റീവായിട്ട് സംഭവിച്ചത് ഞാൻ എൻ്റെ സബ്ജക്റ്റീവായിട്ട് ഞാൻ മാറ്റണം. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈശോ അനുഗ്രഹം തന്നു കഴിഞ്ഞു, പക്ഷെ ഞാനത് സ്വന്തമാക്കുന്നില്ല. ഉദാഹരണം പറയാം. മുഖ്യമന്ത്രി എനിക്ക് സുവിശേഷ വേല ചെയ്യാൻ വേണ്ടി ഒരു 10 ലക്ഷം രൂപ തരുന്നു എന്ന് കരുതുക. ഞാൻ വെറുതെ ഒരു ഉദാഹരണത്തിന് പറയുന്നതാണ്. പക്ഷേ നിയമപ്രകാരം മുഖ്യമന്ത്രി എനിക്ക് ഈ 10 ലക്ഷം രൂപ അനുവദിച്ചു എന്ന് പറഞ്ഞാൽ അത് എനിക്ക് കിട്ടിയെന്ന് അർത്ഥമില്ല. കിട്ടാനുള്ള സാധ്യതകൾ ആയിക്കഴിഞ്ഞു, അവസരങ്ങളായി, ഓപ്പണിംഗ് ആയി, പോസിബിലിറ്റീസ് ആയി. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഇത് സ്വന്തമാക്കാനായിട്ട് കുറച്ച് രേഖകളൊക്കെ ഹാജരാക്കണം. അടിസ്ഥാനപരമായി ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാലേ ഇത് എൻ്റെ പേരിലോ എൻ്റെ അക്കൗണ്ടിലേക്ക് വരികയുള്ളൂ. അല്ലെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടിൽ തന്നെ ആ പണം കിടക്കും, ട്രഷറി തന്നെ കിടക്കും. അത് റിലീസ് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് ചെയ്താലേ കിട്ടുള്ളൂ. അപ്പോൾ രക്ഷ ദൈവം സൗജന്യമായിട്ട് തരുന്നതാണ്. എന്നാൽ രക്ഷ സൗജന്യമായി തരുന്ന ദൈവത്തിൽ നിന്ന് രക്ഷ നാം സ്വന്തമാക്കേണ്ടതുണ്ട്. ഇതിനെ തള്ളി പറയരുത്. ദൈവം സൗജന്യമായി തരുന്ന രക്ഷ ഞാൻ സ്വന്തമാക്കേണ്ടതുണ്ട്. ദൈവം സമൃദ്ധമായി ചൊരിയുന്ന സ്നേഹം ഞാൻ സ്വീകരിക്കേണ്ടതുണ്ട്. അതിനാണ് എൻ്റെ സഹകരണം ആവശ്യമായിരിക്കുന്നത്. അതാണ് എൻ്റെ അനുസരണവും എൻ്റെ ദൈവഭക്തിയും എൻ്റെ ദൈവൈക്യത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളൊക്കെ അതിലൂടെ സംഭവിക്കുന്നതാണ്. ദൈവം തരുന്ന സൗജന്യമായിട്ടുള്ള രക്ഷ ഞാൻ സ്വന്തമാക്കണം. അല്ലെങ്കിൽ ആരുടെ അടുത്ത് പാപം ഉണ്ടാവില്ലല്ലോ. യേശുവിൻ്റെ വരവിന് ശേഷം, പാപപരിഹാര ബലിക്ക് ശേഷം ആരുടെ അടുത്ത് പാപമില്ല, സഭയുടെ ആവശ്യമില്ല, കൂദാശികളുടെ ആവശ്യമില്ല. പിന്നെ എങ്ങനെയാണ് ഈശോ പണ്ടേ പാപം ഏറ്റെടുത്തു കഴിഞ്ഞു, ഇനി പാപമില്ല, ശാപമില്ല എന്ന് പറയുന്നത്? പാപം ഏറ്റെടുത്ത ഈശോയുടെ പാപപരിഹാര ബലിയുടെ യോഗ്യത സ്വന്തമാക്കാനായിട്ടുള്ള മാർഗങ്ങളും മാധ്യമങ്ങളും സഭയിലൂടെ ദൈവം ഇങ്ങനെ തന്നിരിക്കുകയാണ്. അതിനെ മുഴുവൻ നിഷേധിക്കുകയാണോ? പാപപരിഹാര ബലിയുടെ യോഗ്യത ഞാൻ സ്വന്തമാക്കേണ്ടതുണ്ട്. അപ്പൊ എൻ്റെ എഫർട്ടിന്റെ ഫലമാണോ രക്ഷ എന്ന് ചോദിച്ചാൽ എൻ്റെ സഹകരണത്തിന്റെ ഫലമാണ്. ഈശോയുടെ മഹത്വമുള്ള രക്ഷാകരമായ, ഒരാളെ പോലും തള്ളിക്കളയാത്ത അനന്ത സ്നേഹം, ആ സ്നേഹത്തിന്റെ ഫലമായി സംഭവിച്ച രക്ഷാകര ബലി, നമ്മുടെ പാപപരിഹാര ബലി, അതിലൂടെ നേടിയെടുത്തു വച്ചിരിക്കുന്ന ഈ മഹാസമ്പത്ത് സഭയാകുന്ന ട്രഷറിയിൽ സൂക്ഷിച്ചിരിക്കുക, സഭയാകുന്ന കലവറയിൽ ഇരിക്കുക. സഭയിലെ ശുശ്രൂഷകര് ഈ രക്ഷ വിളമ്പിക്കൊടുക്കുന്നവരാ, വിതരണം ചെയ്യുന്നവരാ. രക്ഷ പ്രാപിക്കാനായിട്ട് ദാഹിക്കുന്നവർക്ക് രക്ഷ പ്രാപിക്കാനുള്ള മാധ്യമങ്ങൾ, ആ കൃപ ചൊരിയുന്ന മാർഗങ്ങൾ, മാധ്യമങ്ങളാണ് ഈ കൂദാശകൾ. അതിനുള്ള മറ്റൊരു മാധ്യമമാണ് ഈ വചനം. അപ്പോ ദൈവം തരുന്ന രക്ഷ, സൗജന്യമായി തരുന്ന രക്ഷ ഞാൻ സ്വന്തമാക്കേണ്ട കാര്യമുണ്ട്. എൻ്റെ സഹകരണം ആവശ്യമുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം പാടില്ല, ഒരു സംശയം പാടില്ല. ഈ രക്ഷ ഞാൻ സ്വന്തമാക്കേണ്ടതായിട്ടുണ്ട്, എൻ്റെ സഹകരണം ആവശ്യമായിട്ടുണ്ട്. അവിടെ ദൈവത്തിലുള്ള നിറഞ്ഞ വിശ്വാസം, കറയില്ലാത്ത, കുറവില്ലാത്ത, അചഞ്ചലമായ, സത്യമായ വിശ്വാസം എനിക്ക് വേണം. ആദ്യം തന്നെ ട്രൂ ഫെയ്ത്ത്, സ്ട്രോങ് ഫെയ്ത്ത്, അൺഅഡൾട്രേറ്റഡ് ഫെയ്ത്ത്. സത്യവിശ്വാസം, ഉറച്ച വിശ്വാസം, കലർപ്പില്ലാത്ത വിശ്വാസം വേണം. ആ വിശ്വാസത്തിൽ നിന്ന് എനിക്ക് ദൈവത്തെങ്കിലേക്ക് തിരിയാൻ പറ്റും. ആ വിശ്വാസത്തിലൂടെ ദൈവത്തെങ്കിലേക്ക് തിരിയാൻ, ദൈവത്തോട് യാചിക്കാൻ, മാത്രമല്ല പാപം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അനുതപിക്കാൻ പറ്റും. ഞാൻ അനുതപിച്ച് പാപങ്ങൾ ഈശോയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്താലേ ഈശോ നൽകിയ പാപവിടുതൽ എനിക്ക് സ്വന്തമാക്കാൻ പറ്റുള്ളൂ. ഈശോ നൽകിയ പാപവിടുതൽ എനിക്ക് സ്വന്തമാക്കാൻ ഈ പാപം ഏൽപ്പിച്ചു കൊടുക്കണം. അമ്മ കൊച്ചിന് കേക്ക് കൊടുക്കാൻ വരിക. രുചികരമായ ഈ കേക്കുമായിട്ട് അമ്മ കൊച്ചിൻ്റെ കയ്യിൽ അടുത്തേക്ക് വരുമ്പോൾ ചെളിക്കകത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചിൻ്റെ കൈ മുഴുവൻ ചെളിയാണ്. ഈ ചെളി നിറഞ്ഞിരിക്കുന്ന കയ്യിലേക്ക് കേക്കിൻ്റെ പീസ് അമ്മ വെച്ച് കൊടുക്കില്ല.
അമ്മ തന്നെ ഇറങ്ങി വന്ന് കൊച്ചിൻ്റെ കയ്യിലെ ചെളി കഴുകി കളഞ്ഞ് ശുദ്ധമാക്കണം. അപ്പോൾ കൊച്ച് ഈ കുളിക്കപ്പെടാൻ, വൃത്തിയാക്കപ്പെടാൻ, ശുദ്ധമാക്കപ്പെടാൻ അമ്മയോട് സഹകരിക്കേണ്ടതുണ്ട്. കൊച്ച് ഓടിപ്പോയിക്കൊണ്ടിരിക്കുക. കൊച്ച് ഈ അമ്മ കുളിപ്പിക്കാനോ കഴുകാനോ വൃത്തിയാക്കാനോ സമ്മതിക്കുന്നില്ലെങ്കിൽ കൊച്ച് രക്ഷയിൽ നിന്ന് ഓടിയാകുന്നുകൊണ്ടിരിക്കുക, ചെളിക്കകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക, ചെളിയിലൂടെ നശിക്കുക, ചെളിയിലൂടെ വന്ന രോഗാണുക്കളിലൂടെ നശിക്കുക. ഈ കേക്ക് കൊച്ചിന് കിട്ടില്ല. ഒരുക്കി വെച്ചിരിക്കുന്ന ഭോജ്യങ്ങളൊന്നും ഭക്ഷണമൊന്നും കിട്ടില്ല. ഈശോ നേടിയെടുത്ത രക്ഷ നമ്മുടെ ഈ വിശ്വാസത്തിലൂടെ, അടുത്തതായി ദൈവത്തിൻ്റെ തിരുഹിതം അറിയുന്ന പരിശ്രമം. അതാണ് ഈ ദൈവവചനം കേൾക്കലിലൂടെയൊക്കെ നടക്കേണ്ടത്. ദൈവത്തിൻ്റെ തിരുഹിതം അറിയണം, ദൈവത്തിൻ്റെ തിരുവെളിപാട് അറിയണം, ദൈവത്തിൻ്റെ തിരുവിഷ്ടം അറിയണം. എന്നിട്ട് എൻ്റെ അനുതാപത്തോടുകൂടെയുള്ള, അനുസരണത്തോടുകൂടെയുള്ള പാപങ്ങളെ ഏറ്റുപറയാൻ സഭ ഒരുക്കി വെച്ചിരിക്കുന്ന മാർഗങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറച്ചിലൂടെയുള്ള അവിടുത്തെ കൂദാശയിലൂടെ, കുർബാനയിലൂടെ കൃപസ്വീകരണത്തിലേക്ക് വരുമ്പോഴാണ് പാപമോചനത്തിൻ്റെ നിറവിലേക്ക് വരുന്നത്. പാപം ഇല്ലാതായി മാത്രം പോരാ, ദൈവിക ജീവൻ നിറയ്ക്കണം. അതിനാണ് വിശുദ്ധ കുർബാന. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഈശോ മിശിഹ പാപം നീക്കി എന്നുള്ളത് കൊണ്ട് നമ്മൾ പാപ വിടുതൽ പ്രാപിക്കുന്നില്ലെങ്കിൽ അത് നമുക്ക് ഉപകാരപ്പെടുകയില്ല, ഫലപ്രദമാവില്ല. ഈശോ മിശിഹ ശാപം നീക്കി എന്നുള്ളത് സത്യമാണ്. പക്ഷേ ആ ശാപം നീക്കിയതിൻ്റെ ഫലമായി നമുക്ക് ആ ശാപവിടുതൽ കിട്ടണമെങ്കിൽ പാപവിടുതൽ നമ്മൾ പ്രാപിക്കേണ്ടതുണ്ട്. ദൈവത്തിൽ ഒരിക്കലും ശാപം വരുന്നില്ല. ശാപം പിശാചിൽ നിന്ന് വരുന്നു. പാപത്തിലൂടെ മാത്രമേ ശാപം വരികയുള്ളൂ. മറ്റൊരു കാര്യം, മറ്റൊരാളുടെ പാപത്തിലൂടെ നമ്മിലേക്ക് ശാപം വരില്ല. അതാണ് ഇനിയുള്ള ക്ലാസ്സുകൾ കൂടുതൽ പഠിക്കാൻ പോവുക. മറ്റൊരാളുടെ പാപത്തിലൂടെ ശാപം വരികയില്ല എങ്കിലും, അടുത്ത വാചകം ശ്രദ്ധിക്കുക, അടുത്ത ക്ലാസ്സിന്റെ തുടക്കം ഇപ്പം പറയുകയാണ്. മറ്റൊരാളുടെ പാപം, എനിക്ക് ദൈവകൃപ കിട്ടാനായിട്ടുള്ള മാർഗങ്ങൾ, മാധ്യമങ്ങളായിരിക്കുന്നത് എൻ്റെ കുടുംബമുണ്ട്, എൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, എൻ്റെ പൂർവീകരിക്കുന്നുണ്ട്. അവരിലൂടെ എനിക്ക് ദൈവകൃപ ഒഴുകി വരാനുണ്ട്. ആ ദൈവകൃപ ഒഴുകി വരാനായിട്ടുള്ള ചാലുകളാകുന്ന, ഉപകരണങ്ങളാകുന്ന വ്യക്തികൾ പാപത്തിൽ ജീവിച്ചു, പാപത്തിൽ മരിച്ചു. അവരിലൂടെ വരേണ്ട കൃപ എന്നിലേക്ക് ഇപ്പം വരാൻ ഇതൊരു ബ്ലോക്കായിട്ട് മാറും. അവരുടെ പരിഹരിക്കപ്പെടാത്ത, തിരുത്തപ്പെടാത്ത പാപങ്ങൾ, അതിലേക്ക് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വരും. അപ്പോൾ ശാപമില്ല എന്നാരും പറയരുത്. ശാപമുണ്ട്. യേശുക്രിസ്തു ശാപം നീക്കിക്കളഞ്ഞു. പക്ഷെ പാപം ഉള്ളിടത്തോളം കാലം ശാപം ഉണ്ടാകും. പാപം ഈശോ ക്ഷമിച്ചതാണെങ്കിലും നീക്കിക്കളഞ്ഞാണേലും പാപം ഉപേക്ഷിച്ച് യേശുവിലേക്ക് വന്നാലേ അയാൾക്ക് പാപമോചനം കിട്ടുള്ളൂ. അതുപോലെ ആ പാപത്തിലൂടെ ശാപം നീങ്ങുകയുള്ളൂ. യേശുവിലൂടെയാണ് പാപം നീങ്ങുന്നത്, ശാപം നീങ്ങുന്നത്. ശാപത്തിൻ്റെ ഉറവിടം സാത്താനാണ്. ദൈവത്തിൽ ഒരിക്കലും ശാപം വരുന്നില്ല, ദൈവത്തിൽ അനുഗ്രഹം മാത്രമേ വരികയുള്ളൂ. ദൈവം ശപിക്കുന്നു എന്നുള്ള ഒരു ചിന്തയും വേണ്ട. ദൈവം ശപിക്കുന്നില്ല. പിശാചിനെ പോലും ശാപഗ്രസ്തമായെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളൂ. പിശാചിനോട് പോലും ഉൽപ്പത്തി 3:14 അവിടെ ശപിച്ചിട്ടില്ല. പ്രിയ ദൈവമക്കളെ, ശാപ വിടുതൽ നൽകുന്ന, രക്ഷ നൽകുന്ന യേശുക്രിസ്തുവിലേക്ക് നമുക്കെടുക്കാം. നമ്മെ രക്ഷയിലേക്ക്, നിത്യ രക്ഷയിലേക്ക് നയിക്കുന്ന ഈശോയുടെ തിരുവചനത്തിൻ്റെ നിറവ് നമുക്ക് അനുഭവിക്കാം. ഈശോയെ ഇന്നത്തെ ഈ ശുശ്രൂഷ പങ്കെടുത്ത എല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ ഉന്നത വരങ്ങളാലും ദാനങ്ങളാലും നിറയട്ടെ. ഓരോരുത്തരും അവരുടെ പാപങ്ങൾ ഈശോയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ ഈശോ സഭയിലൂടെ ഒരുക്കി വെച്ചിരിക്കുന്ന എല്ലാ മാർഗങ്ങളും സ്വീകരിക്കട്ടെ. അനുദപിക്കാനും പാപങ്ങളെ വെറുത്തുപേക്ഷിക്കാനും ഏറ്റുപറഞ്ഞു കുമ്പസാരിക്കാനും പാപമില്ലാത്തൊരു ജീവൻ നയിക്കാനുള്ള ദൃഢപ്രതിജ്ഞ എടുത്ത് ദൈവവുമായിട്ട് പുനരൈക്യപ്പെടാനും എല്ലാവർക്കും ഭാഗ്യമുണ്ടാകട്ടെ. ഇന്നത്തെ ശുശ്രൂഷ പങ്കെടുക്കുന്നവരുടെ കുടുംബങ്ങളിലും അവരുടെ ജീവിതത്തിൽ അനുഗ്രഹം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തരത്തിലുള്ള പൈശാചിക പിടികൾ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.